ഒടുവിൽ കാര്യവട്ടത്തെ ആ മരം മുറിച്ചു. അധികാരികൾക്ക് ഹൃദയം നിറഞ്ഞത്. ഒരു സിസ്റ്റം പരാജയമാണ് എന്ന് കഴിഞ്ഞ ദിവസം പറയേണ്ടി വന്നത് എന്തുകൊണ്ടെന്നാൽ അപകടാവസ്ഥയിൽ നിന്ന മരത്തെക്കുറിച്ച് ഒരു തവണ ചൂണ്ടിക്കാട്ടിയിട്ട് അതിൽ ഒരു നടപടിയെടുക്കാതെ വീണ്ടും അതേ രീതിയിൽ തുടരുമ്പോഴാണ് ഒരു സംവിധാനത്തെ നമുക്ക് വിമർശിക്കേണ്ടി വരുന്നത്. അത് കേട്ടതിന് ശേഷം അടിയന്തരമായി തന്നെ ആ ഒരു വലിയ അപകടം ഒഴിവാക്കിക്കൊണ്ട് ആ മരം മുറിക്കാൻ കാണിച്ച മാനസികാവസ്ഥയെ 100% അഭിനന്ദിക്കുകയാണ്. അത് നമ്മുടെ നാട്ടിലെ ഏത് കാര്യങ്ങളും പ്രവർത്തിക്കേണ്ടത് ജനങ്ങൾക്ക് ഗുണകരമായിട്ടാണ്. എല്ലാ സംവിധാനങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങളുടെ ജീവന് അപകടം അല്ലെങ്കിൽ അപായം ഉണ്ടാകാനുള്ള ഒരു സംവിധാനമായിരുന്നു ഈ മരം എന്നുള്ളത് ഇതുവഴി യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതാണ്. അങ്ങനെയാണ് 2 തവണ ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടതും ആ വിഷയത്തെക്കുറിച്ച് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതും. ആദ്യത്തെ ഒരു സംഭവം അത് വന്നതിന് ശേഷവും വേണ്ടത്ര ഇടപെടൽ ഉണ്ടാകാതെ ഇരുന്നതും ഇന്ന് രാവിലെ ഇതുവഴി പോകുമ്പോൾ ഇത് മുറിച്ചിട്ട ദൃശ്യങ്ങൾ കാണുമ്പോൾ തീർത്തും ചാരിതാർത്ഥ്യമുണ്ട്. ഒരു അപകടം ഉണ്ടാകാതെ ആർക്കും നമ്മുടെ ഇടപെടൽ കൊണ്ട് ജീവന് ഒരു അപായം ഉണ്ടാകാത്ത രീതിയിൽ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യമാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കുണ്ടാകുന്നത്. എന്തായാലും അത് ശ്രദ്ധയിൽപ്പെട്ട് ഈ രീതിയിൽ അത് മുറിച്ചു മാറ്റാൻ കാണിച്ച ആ ഒരു അതിനോടുള്ള കമ്മിറ്റ്മെന്റ് അതിനെ അഭിനന്ദിക്കുകയാണ്. എന്തായാലും ഇതൊന്നും ഒരു റീച്ചിന് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല. ജനങ്ങൾക്ക് ഗുണമുണ്ടാകട്ടെ. ആർക്കും ഒരു ജീവൻ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല. പക്ഷേ ഇതുപോലുള്ള ഒരു അനാസ്ഥയുടെ ഭാഗമായിട്ട് അപകടത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ അത് തിരികെ കൊടുക്കാനോ ഒരു കുടുംബത്തിന്റെ നഷ്ടം നികത്താനോ ആർക്കും കഴിയില്ല എന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത്. ആ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ട് അധികാരികൾ അതിൽ ഇടപെട്ടതിൽ നിറഞ്ഞ രീതിയിൽ തന്നെ അവരെ അഭിനന്ദിക്കുകയാണ്. ഇത്തരം ഇടപെടലുകളാണ് ഓരോ സംവിധാനവും ജനങ്ങൾക്ക് വേണ്ടി അപകടമുണ്ടാകുന്നതിന് മുന്നോടിയായിട്ട് ഇടപെടേണ്ടതെന്ന് മാത്രമേ പറയാനുള്ളൂ.